കൂട്ടുകാരെ, ഇന്ന് ഒരു ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടാലോ? ഒരു കാട്ടിൽ ഒരാമയും മുയലും ജീവിച്ചിരുന്നു. അവർ വലിയ കൂട്ടുകാരായിരുന്നു. എങ്കിലും ആമ വളരെ പതുക്കെ നടക്കുന്നതുകൊണ്ട് മുയൽ എപ്പോഴും ആമയെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം സഹികെട്ട് ആമ മുയലിനോട് പറഞ്ഞു, നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോ? മുയൽ പറഞ്ഞു, തീർച്ചയായും. ഓട്ടമത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും, അതുറപ്പ്. അങ്ങനെ അവർ ഓട്ടമത്സരം തുടങ്ങി. കാട്ടിലെ എല്ലാവരും ഓട്ടമത്സരം കാണാനെത്തി. മത്സരം തുടങ്ങി. മുയൽ വേഗത്തിലോടി. ആമയോ പതുക്കെ പതുക്കെ നടന്നു നീങ്ങി. കുറെ ദൂരം ചെന്നപ്പോൾ മുയൽ തിരിഞ്ഞു നോക്കി. ആമയെ അവിടെയെങ്ങും കണ്ടില്ല. മുയൽ വിചാരിച്ചു, ആമ പതുക്കെ വരുന്നതേയുള്ളൂ. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. കുറച്ചു നേരം വിശ്രമിക്കാം. മുയൽ ഒരു മരത്തിൻ്റെ അടിയിൽ പോയിരുന്നു. ക്ഷീണം കാരണം മുയൽ മരത്തിനടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ആമ പതുക്കെ പതുക്കെ നടന്ന് മുയലിൻ്റെ അരികിലെത്തി. മുയൽ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ആമയ്ക്ക് ക്ഷീണം തോന്നിയെങ്കിലും അവൻ നിർത്തിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി ഫിനിഷിംഗ് ലൈനിലെത്തി. അപ്പോഴേക്കും മുയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. മുയൽ ആമയെ ചുറ്റും നോക്കി. ആമയെ അവിടെ എങ്ങും കണ്ടില്ല. മുയൽ വിചാരിച്ചു, ആമ വളരെ പുറകിലായിരിക്കും. എന്തായാലും ഞാൻ തന്നെ ആദ്യമെത്തും. മുയൽ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടി. മുയൽ അത്ഭുതപ്പെട്ടുപോയി. അതാ ആമ ആദ്യം എത്തിയിരിക്കുന്നു. ഇത് കണ്ട മുയൽ നാണിച്ചു തല താഴ്ത്തി. ആമ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നമ്മൾ ആരെയും പരിഹസിക്കരുത്. ഇത് കേട്ട മുയലിന് തൻ്റെ തെറ്റു മനസ്സിലായി. അവൻ ആമയോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാലം അവർ നല്ല സുഹൃത്തുക്കളായി ആ കാട്ടിൽ കഴിഞ്ഞു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്ഥിരതയും സാവധാനവും വിജയത്തിലെത്തിക്കും.